പി.ജി. പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു +1 വിദ്യാർത്ഥികളായ 3 പേർ. പട്ടിക്കാട് സ്വദേശികളും വിദ്യാർത്ഥികളുമായ ഗ്രേസ്, അലീന, എറിൻ എന്നിവർ പി.ജി. സ്വദേശിയായ ഹിമയുടെ വീട്ടിലേക്കാണ് വിരുന്നെത്തിയത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള റിസർവോയർ കാണാൻ വേണ്ടി ഹിമയുടെ സഹോദരി 11-കാരിയായ നിമയെയും കൂട്ടിയാണ് 3 പേരും പോയത്. വീടിനടുത്തായതുകൊണ്ട് തന്നെ നിമയ്ക്ക് അവിടെ പോയി പരിചയമുള്ളതാണ്. എന്നാൽ റിസർവോയർ പരിസരത്തെത്തി കാഴ്ചകൾ കാണുന്നതിനിടെ പാറയുടെ മുകളിൽ നിന്നിരുന്ന 2 പെൺകുട്ടികൾ കാൽ വഴുതി 30 അടിയോളം താഴ്ചയിലേക്ക് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഇത് കണ്ട് ഇവരെ രക്ഷിക്കാനായി ശ്രമിച്ച മറ്റു 2 കുട്ടികളും വെള്ളത്തിലേക്ക് വീണു. 4 പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു എന്നാണ് വിവരം. ഇവരുടെ നിലവിളി കേട്ടാണ് സമീപത്തുള്ള ആളുകൾ ഓടിക്കൂടുന്നത്. തിരുനാൾ ആയതുകൊണ്ട് തന്നെ സമീപത്തെല്ലാം നിരവധി ആളുകൾ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ഗുണം ചെയ്തു. സമീപത്തെ താമസക്കാരൻ കൂടിയായ മുങ്ങൽ വിദഗ്ധൻ മെജോയ് കുര്യൻ ഓടിയെത്തിയതാണ് മുങ്ങിയ കുട്ടികളെ 20 മിനിറ്റ് കൊണ്ടു തന്നെ പുറത്തെടുത്ത ഉടൻ തന്നെ കുട്ടികൾക്ക് CPR നൽകി. റിസർവോയറിൽ നിന്ന് പ്രധാന റോഡിലേക്ക് 150 മീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ്. ഈ കയറ്റത്തിലൂടെ കുട്ടികളെ തോളിൽ വെച്ച് ഓടിക്കയറിയാണ് നാട്ടുകാർ മുകളിൽ എത്തിച്ചത്. തുടർന്ന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ആംബുലൻസുകളിൽ കുട്ടികളെ 15 മിനിറ്റ് കൊണ്ട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇതിനിടെ പി.ജി. പോലീസ് ആശുപത്രിയിൽ വിവരം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസുകൾ ആശുപത്രിയിൽ എത്തുന്നതിനു മുന്നേ തന്നെ ഡോക്ടർമാരും ജീവനക്കാരും തയ്യാറെടുപ്പുകളുമായി കാത്തുനിന്നതും നിർണായകമായി. ആശുപത്രിയിൽ എത്തിച്ച കുട്ടികളെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരുന്ന ICUവിലേക്കാണ് മാറ്റിയത്. ഞായറാഴ്ച അവധി ദിവസമായിട്ടും മുതിർന്ന ഡോക്ടർമാരെല്ലാം അവിടേക്ക് കുതിച്ചെത്തി ചികിത്സ ആരംഭിച്ചു. തുടർന്ന് ഡോക്ടർമാർ നൽകിയ വിവരം കുട്ടികളുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളായ 2 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. പട്ടിക്കാട് ചുങ്കത്ത് ഷാജിയുടെയും ഷിജിയുടെയും മകളായ അലീന ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടിരുന്നത്. തൊട്ടു പിന്നാലെ പട്ടിക്കാട് പാറശ്ശേരി ഷജി സെറീന ദമ്പതികളുടെ മകളായ ആൻഡ്രീസും കൂടി മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാക്കിയുള്ള 2 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരുനാൾ ആഘോഷ ദുരന്തത്തിൽ കലാശിച്ചതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ തൃശൂർ പീച്ചിയിലുള്ള പ്രദേശവാസികൾ. ഞായറാഴ്ച പീച്ചി പള്ളിയിൽ തിരുനാൾ ആഘോഷമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 3 സഹപാഠികളും പീച്ചി സ്വദേശിയായ +1 വിദ്യാർത്ഥിനി ഹിമയുടെ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് ഞായറാഴ്ച ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് 4 പേരും ചേർന്ന് ഹിമയുടെ സഹോദരിയായ നിമയെയും കൂട്ടി സമീപത്ത് തന്നെയുള്ള പീച്ചി റിസർവോയറിലേക്ക് പോകുന്നത്. കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിലാണ് കൂട്ടത്തിലെ 2 പെൺകുട്ടികൾ പാറയിൽ നിന്ന് കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം മറ്റു 2 കുട്ടികളും വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു. 30 അടിയോളം താഴ്ചയുള്ള പ്രദേശമാണ് ഇവിടം എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടികളിൽ ആർക്കും തന്നെ നീന്തൽ അറിയാമായിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ചെളിയുള്ള പ്രദേശമായിരുന്നു ഇവിടം. തുടർന്ന് കരയിലുണ്ടായിരുന്ന ഹിമയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അവിടെ ചികിത്സയിൽ ഇരിക്കെയാണ് 2 പേരുടെയും മരണം സംഭവിക്കുന്നത്. അപകടത്തിൽപ്പെട്ട മറ്റു കുട്ടികളായ മുരിങ്ങത്തൂർ പറമ്പിൽ ബിജോയിയുടെയും ജൂലിയുടെയും മകൾ ഐറിൻ, പീച്ചി സ്വദേശി പള്ളിയന്മൽ ജോണിന്റെയും ഷാലുവിന്റെയും മകൾ നിമ എന്നിവർ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ പീച്ചി ഡാം റിസർവോയറിന്റെ തൈക്കോളം ഭാഗത്താണ് അപകടം സംഭവിക്കുന്നത്.